ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്ന് നമ്മൾ കോസ്റ്റിംഗ് കണ്ടിന്യൂ ചെയ്യാണ്. ഇതുവരെ നമ്മൾ കോസ്റ്റിംഗിൽ പഠിച്ചത് എന്തൊക്കെയാണെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻവെന്ററി സ്റ്റോക്ക് ടേക്കിംഗ് വരെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലേ. കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ് ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോ ഇന്ന് നമ്മൾ പ്രൈസിങ് ഓഫ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ് ആണ് നോക്കുന്നത്. പ്രൈസിങ് ഓഫ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ്. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റിംഗ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കൺട്രോൾ ഓഫ് അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അടുത്തൊരു ടെക്നിക്കാണ്. എന്താണ്? പ്രൈസിങ് ഓഫ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ. അപ്പോൾ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുമ്പോൾ സ്റ്റോറിൽ നിന്ന് ഐറ്റംസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഗുഡ്സ് നമ്മൾ ഇഷ്യൂ ചെയ്യൂലോ. പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഗുഡ്സ് ഇഷ്യൂ ചെയ്യും. അപ്പോൾ ആ ഇഷ്യൂ ചെയ്യുന്ന ഗുഡ്സിന് ഏത് പ്രൈസാണ് നമ്മൾ ചാർജ് ചെയ്യേണ്ടത്? അപ്പോൾ സ്റ്റോറിൽ പല തവണകളായിട്ട് പല പ്രാവശ്യം പല ക്വാണ്ടിറ്റിയിൽ വാങ്ങിച്ചിട്ടുള്ള സ്റ്റോക്കുകളാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഗുഡ്സ് പ്രൊഡക്ഷൻ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സ്റ്റോക്കിന് കറക്റ്റ് ആയിട്ട് പ്രൈസ് ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൃത്യമായിട്ടുള്ള ഒരു മെറ്റീരിയൽ കോസ്റ്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എത്രമാത്രം മെറ്റീരിയൽ കോസ്റ്റ് വന്നിട്ടുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ പ്രൈസിങ് ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സ്റ്റോറിൽ നിന്ന് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സ്റ്റോക്കുകൾ, ഇഷ്യൂ ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് പല രീതിയിൽ ഇത്തരത്തിൽ നമുക്ക് പ്രൈസ്, നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്. അതാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്, സിമ്പിൾ ആവറേജ് മെത്തേഡ്, വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. ഇതിൽ ഏത് മെത്തേഡിൽ വേണമെങ്കിലും നമുക്ക് ഇഷ്യൂ പ്രൈസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പല തവണകളായിട്ട് പല ഡേറ്റിൽ പല റേറ്റിലായിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം നമ്മൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സ്റ്റോറിൽ നിന്ന് മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൈസിങ് ടെക്നിക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കോസ്റ്റും പ്രോഫിറ്റബിലിറ്റിയും ഒക്കെ അസർട്ടൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 4 രീതിയിൽ മെയിൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മെറ്റീരിയൽ പ്രൈസിങ്ങിന് 4 മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് നമ്മുടെ കമ്പനിക്ക് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഫിഫോ മെത്തേഡ് എന്ന് പറയും. രണ്ടാമത്തെ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ലിഫോ മെത്തേഡ്. തേർഡ് വൺ സിമ്പിൾ ആവറേജ്. ഫോർത്ത് വൺ വെയ്റ്റഡ് ആവറേജ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ലിഫോയും ഫിഫോയും സിമ്പിളും വെയ്റ്റഡും എല്ലാം നമ്മൾ പഠിച്ചിട്ടും ഉള്ളതാണ്. ഇതിന്റെ പ്രോബ്ലം ഒന്നും ചോദിക്കില്ല. പ്രോബ്ലം ഒക്കെ ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെയാണ് പ്രോബ്ലം ചോദിക്കുന്നത്. ഇതൊക്കെ പ്രോബ്ലം ഒക്കെ ചെയ്യാനൊക്കെ ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ലിഫോ എന്താണ് ഫിഫോ എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. അപ്പോഴാണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ വന്നാലും ഒക്കെ ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്താ ലിഫോ ഫിഫോ എന്നൊക്കെ ഉള്ള ഒരു ജനറൽ ഐഡിയ കിട്ടിയോ? അത് പ്രൈസിങ് അല്ലേ, മെറ്റീരിയൽ പ്രൈസിങ്ങിന്റെ മെത്തേഡ്സ് ആണ്. അപ്പോൾ മെറ്റീരിയൽ പ്രൈസിങ് എന്താണെന്ന് മനസ്സിലായല്ലോ. സ്റ്റോറിൽ നിന്ന് മെറ്റീരിയൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ ആ മെറ്റീരിയൽസിന് ഏത് റേറ്റിലാണ് പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടതെന്നുള്ളതാണ് പ്രൈസിങ് ഓഫ് മെറ്റീരിയൽ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആദ്യത്തെ മെത്തേഡാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം വരുന്നത് ആദ്യം പോവുക. അതായത് നമ്മൾ ആദ്യം വാങ്ങിച്ചിട്ടുള്ള മെറ്റീരിയൽസ് ആദ്യം ഇഷ്യൂ ചെയ്യുക. അതാണ്, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആദ്യം നമ്മൾ ഏത് മെറ്റീരിയൽ ആണോ ഫസ്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുക, സ്റ്റോറിലോട്ട് ആദ്യം വന്ന മെറ്റീരിയൽസ് ആദ്യം ഇഷ്യൂ ചെയ്ത് പോകുന്ന ഒരു രീതിയാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് എന്ന് പറയുന്നത്.
മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സ്റ്റോറിലോട്ട് റിസീവ് ചെയ്യുന്ന അതേ ക്രമത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊഡക്ഷന് വേണ്ടി മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ റിസീവ് ചെയ്ത ലോട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യും, അതിനുശേഷം പിന്നെ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്, അതിനുശേഷം നമ്മൾ നമ്മുടെ സ്റ്റോറിലോട്ട് വന്നിട്ടുള്ള ലോട്ടായിരിക്കും നമ്മൾ പിന്നീട് പ്രൊഡക്ഷന് വേണ്ടി എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഓർഡറിൽ സ്റ്റോറിലോട്ട് വരുന്ന അതേ ഓർഡറിൽ തന്നെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇത് വളരെ ഇതിന്റെ അഡ്വാൻറ്റേജസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ ആക്ച്വൽ കോസ്റ്റ് മെത്തേഡാണ്. അതായത് നമ്മൾ വാങ്ങിച്ച എത്ര പ്രൈസിനാണോ നമ്മൾ സ്റ്റോറിലോട്ട് മെറ്റീരിയൽ എത്ര രൂപയ്ക്കാണോ വന്നത്, ആ ഒരു പ്രൈസിന് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊഡക്ഷന് വേണ്ടി മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്നത്. വാല്യൂ അത് തന്നെ, ആ പ്രൈസ് അത് തന്നെയാണ്. നമ്മളുടെ പർച്ചേസ് പ്രൈസ്, സ്റ്റോറിലോട്ട് നമ്മൾ കൊണ്ടുവന്ന പ്രൈസ്, അതായത് നമ്മുടെ പർച്ചേസ് പ്രൈസ് തന്നെയാണ് എന്തായിട്ട് വരുന്നത്, ഇഷ്യൂ പ്രൈസ് ആയിട്ടും വരുന്നത്. അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഫിഫോ മെത്തേഡ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡിൽ ക്ലോസിംഗ് സ്റ്റോക്ക് കറന്റ് മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ലാസ്റ്റ് വരുന്ന ഐറ്റം എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു ആദ്യം വാങ്ങിച്ച ഐറ്റംസ്, ആദ്യം സ്റ്റോറിലോട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത ഐറ്റംസ് ആണ് നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവസാനം പെൻഡിങ് ആയിട്ടുള്ള, അതായത് ക്ലോസിംഗ് ഡേയിലുള്ള ഐറ്റം എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് പർച്ചേസ് ആയിരിക്കുമല്ലോ. അപ്പോൾ അത് എന്തായിരിക്കും, കറന്റ് മാർക്കറ്റ് പ്രൈസിനെ നല്ലപോലെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എപ്പോഴും കറന്റ് മാർക്കറ്റ് പ്രൈസ് കാണിക്കുന്നതായിരിക്കും ഈ ഒരു ഫസ്റ്റ് ഇൻ ഫസ്റ്റ് മെത്തേഡ് അനുസരിച്ച്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ വളരെ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡിൽ ഈ ഒരു മെറ്റീരിയലിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് കേടുവരുന്ന ഐറ്റംസ്, അങ്ങനെയുള്ള ഐറ്റംസ്, സ്ലോ മൂവിങ് ആയിട്ടുള്ള ഐറ്റംസ്, അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഒരുപാട് നാൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ഐറ്റംസ് ഒക്കെയാണ് ഈ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡിൽ നമ്മൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ഈ സൂപ്പർ മാർക്കറ്റിലോട്ടൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പാലിൻ്റെ പാക്കറ്റ് എടുക്കുകയാണെങ്കിൽ, ഒരു തൈരിൻ്റെ പാക്കറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ, അവർ ഇന്നത്തെ ലോട്ട്, അതായത് ഇപ്പൊ വന്ന ഫ്രഷ് ആയിട്ടുള്ളതൊക്കെ എവിടെ കൊണ്ടുപോയി വെക്കും, ഏറ്റവും ബാക്കിൽ അടുക്കി വെക്കും. അതായത് ലാസ്റ്റത്തെയൊക്കെയാണ്, ഡേറ്റ് ഏകദേശം തീരാറായതൊക്കെ ആയിരിക്കും ഫ്രണ്ടിലിരിക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് എടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അത് ചീത്തയായി പോകും അല്ലേ. അതിന് പ്രത്യേകം എക്സ്പയറി ഉള്ളത്, അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയാവുന്ന ഐറ്റംസ്, അങ്ങനെയുള്ളതൊക്കെയാണ് ഏത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് സ്യൂട്ടബിൾ ആവുന്നത്. മെഡിസിൻ്റെ കേസിൽ, അതുപോലെ തന്നെ പെരിഷബിൾ ആയിട്ടുള്ള ഗുഡ്സിന്റെ കേസിൽ, അങ്ങനെയുള്ള ഐറ്റംസ്. അപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? അതുപോലെ തന്നെ പ്രൈസ് റൈസ് ചെയ്യുന്ന സമയത്ത്, പ്രൈസ് ഇൻക്രീസ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയം, നമ്മുടെ നിലവില് മാർക്കറ്റിൽ പ്രൈസ് ഇങ്ങനെ കൂടി നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ, നമ്മൾ ലാസ്റ്റ്, അതായത് ആദ്യമേ നമ്മൾ പർച്ചേസ് ചെയ്ത ഗുഡ്സ് ഇപ്പോഴാണ് പ്രൈസ് കൂടി നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പർച്ചേസ് ചെയ്തപ്പോൾ പ്രൈസ് കുറഞ്ഞായിരിക്കുമല്ലോ ഉണ്ടാവുക, പ്രൈസ് നോർമൽ ഒരു ലെവലിലായിരിക്കും. അപ്പൊ ആ സ്റ്റോക്ക് അല്ലേ നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി അത് ഇഷ്യൂ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രോഫിറ്റബിലിറ്റി എങ്ങനെയായിരിക്കും കാണിക്കുന്നത്, ഹയർ എമൗണ്ട് ആയിരിക്കും കാണിക്കുന്നത്. കാരണം ആ ഒരു ഹൈ പ്രൈസ് നമ്മൾ കണക്കിലെടുക്കുന്നില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പഴയ സ്റ്റോക്കാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്.
അപ്പൊ പഴയ സ്റ്റോക്കിൽ ലോ പ്രൈസ് ആണ് കാണിക്കുന്നത്, അപ്പൊ ലോ കോസ്റ്റ് ആയിട്ടുള്ളൂ. അപ്പൊ ആ ബേസിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രോഫിറ്റബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡിന്റെ ഒരു സവിശേഷതയാണ് പ്രൈസ് ഇൻക്രീസ് ഉണ്ടാവുന്ന സമയത്ത് ഈ ഒരു മെത്തേഡ് അനുസരിച്ച് പ്രോഫിറ്റബിലിറ്റി, സാധാരണ രീതിയിൽ പ്രൈസ് ഇൻക്രീസ് ഉണ്ടാവുമ്പോൾ ലെസ് പ്രോഫിറ്റ് ഉണ്ടാവാനാണ് ചാൻസ്. പക്ഷെ ഫിഫോ മെത്തേഡ് അനുസരിച്ചിട്ട് നമുക്ക് ഒരു പ്രോഫിറ്റബിലിറ്റി ഹൈ ആയിട്ട് കാണിക്കണമെങ്കിൽ ഈ ഒരു മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ വെൻ ദർ ഈസ് എ റൈസ് ഇൻ പ്രൈസ്, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ചാർജ്ഡ് ടു പ്രൊഡക്ഷൻ ബീയിങ് അറ്റ് എ ലോ റേറ്റ്സ്, ഹയർ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഈസ് റെക്കോർഡഡ്. കാരണം നമ്മൾ പഴയ ലോട്ടാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. അതായത് പ്രൈസ് ഇൻക്രീസ് ചെയ്തിരിക്കുന്ന സമയത്ത് ഫ്രഷ് ആയിട്ട് വാങ്ങിച്ചതല്ല നമ്മൾ സ്റ്റോറിലോട്ട് ഇഷ്യൂ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ഏത് പ്രൈസിനാണോ വാങ്ങിക്കുന്നത് അതേ പ്രൈസിന് തന്നെയാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ 100 യൂണിറ്റ്സ് 10 രൂപയ്ക്ക് ആദ്യം വാങ്ങിച്ചു, പിന്നെ 100 യൂണിറ്റ്സ് 20 രൂപയ്ക്ക് വാങ്ങിച്ചു, പിന്നെ 100 യൂണിറ്റ്സ് 30 രൂപയ്ക്ക് വാങ്ങിച്ചു. അപ്പൊ 30 രൂപയല്ലേ കൂടി നിൽക്കുന്നത്. പക്ഷെ ആദ്യം പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് ഏത് യൂണിറ്റ് ആയിരിക്കും? ഈ 10 രൂപയ്ക്ക് മേടിച്ചതായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുമ്പോൾ അത് കുറവായിരിക്കുമല്ലോ. അങ്ങനെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറവാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റബിലിറ്റി എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തന്ന നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. നെക്സ്റ്റ് മെത്തേഡാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ലിഫോ മെത്തേഡ്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ആ വാക്ക് കേൾക്കുമ്പോൾ അറിയാം, ലാസ്റ്റ് വന്നത് ഫസ്റ്റ്. അതായത് റീസെന്റ് പർച്ചേസ് ചെയ്യുന്നുള്ള ഐറ്റംസ് ആയിരിക്കും, മെറ്റീരിയൽസ് ആയിരിക്കും നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ പർച്ചേസ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്, പഴയതല്ല. നേരത്തെ കേസിൽ ആദ്യം പർച്ചേസ് ചെയ്തതാണ് ഫസ്റ്റ് ഇഷ്യൂ ചെയ്യുന്നത്. റീസെന്റ് ആയിട്ട് ലാസ്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്താന്ന് പറഞ്ഞാൽ റീസെന്റ് ആയിട്ട് പർച്ചേസ് ചെയ്തതാണ് ആദ്യം ഇഷ്യൂ ചെയ്യുന്നത്. അതാണ് ലാസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ അടുത്ത് ലാസ്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റോറിലോട്ട് കുറെ മെറ്റീരിയൽ വന്നു, അപ്പൊ നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി ഇഷ്യൂ ചെയ്യുമ്പോൾ ആ മെറ്റീരിയൽസ് ആയിരിക്കും നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്, ആ ലോട്ടീന്നായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? രണ്ടിന്റെ ഡിഫറൻസ് മനസ്സിലായോ? അപ്പോ മെറ്റീരിയൽസ് റിസീവ്ഡ് ലാസ്റ്റ് ആർ ഇഷ്യൂഡ് ഫസ്റ്റ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇതിന്റെ പ്രൈസ് എങ്ങനെയാ? ഇഷ്യൂ പ്രൈസ് എങ്ങനെയായിരിക്കും? ലാസ്റ്റ് നമ്മൾ മെറ്റീരിയൽസ് എത്ര രൂപയ്ക്കാണോ നമ്മൾ പർച്ചേസ് ചെയ്തത് ആ ഒരു പ്രൈസ് ആയിരിക്കും നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന മെറ്റീരിയൽസിനും നമ്മൾ ചാർജ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇഷ്യൂ പ്രൈസ് കണ്ടുപിടിക്കാനല്ലേ നമ്മൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പഠിച്ച മെത്തേഡ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടിൽ ആദ്യമേ നമ്മൾ വാങ്ങിച്ച മെറ്റീരിയൽസിന് എത്രയാണോ വില ആ വിലയ്ക്കായിരിക്കും നമ്മൾ പ്രൊഡക്ഷനിലോട്ട് മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് റീസെന്റ് ആയിട്ട് പർച്ചേസ് ചെയ്ത മെറ്റീരിയൽസിന് എന്താണോ പ്രൈസ്, അങ്ങനെ റീസെന്റ് ആദ്യം വന്നതിൽ നിന്ന് എടുക്കുന്നു, ആ ഒരു രീതിക്ക് നമ്മൾ പ്രൈസ് ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? The price of the last purchase is used for pricing the materials until the entire quantity from the lot is used. അപ്പോൾ നമ്മൾ അതായത് നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് പർച്ചേസ് ചെയ്ത ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസിനായിരിക്കും നമ്മൾ പ്രൊഡക്ഷനിലോട്ട് മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പ്രൈസ് ആയിരിക്കും നമ്മൾ ഇഷ്യൂവിന് ചാർജ് ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം.
അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇതിപ്പോൾ ശരിക്കും പറഞ്ഞ മെറ്റീരിയൽസിന്റെ റീസെന്റ് പ്രൈസ് ശരിക്കും നമുക്ക് അറിയാനായിട്ട് പറ്റും. നമ്മൾ കാരണം റീസെന്റ് പ്രൈസ് നമ്മൾ ഈ അടുത്ത് വാങ്ങിച്ച മെറ്റീരിയൽസ് ആണല്ലോ നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി എടുക്കുന്നത്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് മാർക്കറ്റിന്റെ ട്രെൻഡുകൾ അല്ലെങ്കിൽ ആ മാർക്കറ്റ് പ്രൈസ്, ആ മാർക്കറ്റിലുള്ള പ്രൈസ് ഫ്ലക്ച്വേഷൻസ് അതൊക്കെ കറക്റ്റ് ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡ് കൂടിയാണ് എന്ത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റിൽ എന്തൊക്കെ പ്രൈസ് വേരിയേഷൻസ് ഉണ്ടാകുന്നുണ്ടോ അതൊക്കെ നമ്മളുടെ പ്രൊഡക്ഷനിലും നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. റീസെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ പ്രൈസ് നമ്മുടെ പ്രൊഡക്ഷനിൽ എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ പ്രോഡക്റ്റ് കോമ്പറ്റീറ്റീവ് പ്രൈസ് ഫിക്സേഷനും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലിഫോ മെത്തേഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ആക്ച്വൽ കോസ്റ്റ് മെത്തേഡ് തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടെ എത്ര രൂപയ്ക്കാണോ നമ്മൾ റീസെൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്തത് ആ പ്രൈസാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോഴും ചാർജ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ആക്ച്വൽ കോസ്റ്റ് മെത്തേഡായിട്ട് നമുക്ക് കണക്കാക്കാം. അതുപോലെ തന്നെ റൈസിങ് പ്രൈസിൻ്റെ കേസിൽ, അതായത് it is more useful during the period of rising prices. അപ്പോൾ അതായത് പ്രൈസ് ഇൻക്രീസ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണെന്ന് വിചാരിക്കുക. ഇപ്പം മാർക്കറ്റിൽ മെറ്റീരിയൽസിൻ്റെ ഒക്കെ അല്ലെങ്കിൽ പൊതുവേ ഒരു പ്രൈസ് ഇൻക്രീസ് ഒരു ട്രെൻഡുള്ള ഒരു സമയമാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ പ്രോഫിറ്റിൽ നമുക്കൊരിക്കലും ഇൻഫ്ലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രോഫിറ്റ് കാണില്ല. അതായത് നമുക്കൊരിക്കലും ആക്ച്വലി ആ പ്രൈസിൻ്റെ ഇൻക്രീസ് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലും കാണും. അതായത് കാരണം നമ്മൾ ഇൻക്രീസ്ഡ് പ്രൈസിൽ തന്നെയാണ് നമ്മൾ കോസ്റ്റ് എന്ത് ചെയ്യുന്നത്, മെറ്റീരിയൽസ് നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രോഫിറ്റബിലിറ്റി അതിനനുസരിച്ച് കുറയും. അതായത് നമ്മൾ ആദ്യം പഠിച്ച ഫിഫോ മെത്തേഡ് പോലെ ഇൻഫ്ലേഷൻ്റെ ടൈമിൽ പ്രൈസ് ഇൻക്രീസിൻ്റെ സമയത്ത് ഒരിക്കലും ഒരു ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റബിലിറ്റി ഇവിടെ കാണിക്കില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ purchase. This method is suitable when purchases are not too many and the prices are either steady or are rising. അതായത് ഇത് കൂടുതലും ബൾക്കായിട്ട് മെറ്റീരിയൽസ് വാങ്ങിക്കുന്ന കേസിൽ സ്യൂട്ടബിൾ ആണ്. അതുപോലെ തന്നെ ഡ്യൂറബിൾ ഗുഡ്സിൻ്റെ കേസിൽ ഇത് സ്യൂട്ടബിൾ ആണ്. അതുപോലെ തന്നെ പ്രൈസ് ഇങ്ങനെ വളരെ വളരെ ഇങ്ങനെ ഫ്ലക്ച്വേറ്റഡ് അല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, പ്രൈസ് റൈസിങ് ഉള്ള ഒരു സാഹചര്യത്തിലൊക്കെ ഇത് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണെന്നാണ് പറയുന്നത്. ഫിഫോ മെത്തേഡ് കുറച്ചുകൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡാണെന്നാണ് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇത് മനസ്സിലാവുന്നുണ്ടോ? ഇതിൻ്റെ കണ്ടന്റും ഇത് എന്താണെന്നും കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. ഈ ഫിഫോയും ലിഫോയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ നമ്മൾ ഇതേ രീതിയിൽ തന്നെ പഠിച്ചാലാണ് ഇനി മുതലുള്ള സമയങ്ങളിൽ നമുക്ക് എക്സാംസ് നല്ല രീതിയിൽ അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. പഠനത്തിന് ഒരു ഷോർട്ട് കട്ട്സ് ഇല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇപ്പോഴത്തെ എക്സാമുകളുടെ പാറ്റേൺ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നമുക്ക് ആകെയുള്ള ഒരു അവസരം, ചില ആളുകളൊക്കെ ഏജ് ഓവർ ആവുന്ന ഘട്ടത്തിലൊക്കെ ഇരുന്ന് എഴുതുന്നവരായിരിക്കും. അത് ഇവരുടെ ലാസ്റ്റ് ചാൻസ് ആയിരിക്കും ചിലപ്പോൾ ഇതൊരു പക്ഷേ ഈ വർഷത്തെ എക്സാം എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ കോമ്പറ്റീഷൻ മറ്റ് ജനറൽ PSC പോലെ അധികം ഉണ്ടാവില്ല. പക്ഷെ അതിൽ തന്നെ നല്ല സ്മാർട്ടായിട്ട് പഠിക്കുന്നവരും നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്നവരും ആയിരിക്കും അവിടെയും എന്ത് കൊണ്ടുപോകുന്നത്, നമ്മുടെ ചാൻസൊക്കെ റാങ്കുകളൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പം അതുകൊണ്ട് പഠിക്കാൻ ഇവിടെ ഷോർട്ട് കട്ട്സ് ഇല്ല. പഠിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കണം. ഹാർഡ് വർക്ക് മാത്രമേ വിജയം നമുക്ക് നേടിത്തരുള്ളൂ എന്ന ഉറച്ച വിശ്വാസം കൊണ്ടടക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ക്ലാസ് ഞാൻ ചെയ്യുന്ന ചെറിയൊരു വർക്കാണെങ്കിൽ പോലും ചിലപ്പോൾ ഞാൻ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചെയ്തു തരാൻ എനിക്ക് സാധിച്ചില്ലെങ്കിലും ഞാൻ എടുക്കുന്ന പോർഷൻസ് അത്യാവശ്യം ഒരു നല്ല രീതിയിൽ
ഒരു മാർക്കെങ്കിലും അവിടെ നിന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻസ് ഇല്ലാതെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തരണമെന്ന ഒരു ഇതെനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ MCQ എടുത്ത് അല്ലെങ്കിൽ MCQ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്ന് നമുക്ക് അതാ കുറച്ചുകൂടെ എളുപ്പം. ഇങ്ങനെയൊക്കെ പറയുന്നതിനേക്കാൾ എളുപ്പം അതൊക്കെ തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. കുറച്ചു പേരെങ്കിലും ഇത് വീഡിയോസ് ഫുൾ കാണുക, കൃത്യമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക, പഠിക്കുക. അതിന്റെ ഗുണം പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. നമുക്ക് അടുത്തതിലോട്ട് പോവാം. അപ്പൊ നെക്സ്റ്റ് മെത്തേഡാണ് സിമ്പിൾ ആവറേജ് മെത്തേഡ്. അപ്പൊ നമ്മൾ ലിഫോ പഠിച്ചു, ഫിഫോ പഠിച്ചു, തിരിഞ്ഞു പോയല്ലേ. ഫിഫോ പഠിച്ചു, ലിഫോ പഠിച്ചു. ഇനി അടുത്തതാണ് സിമ്പിൾ ആവറേജ് മെത്തേഡ്. അപ്പോൾ ഈ വാക്ക് കേൾക്കുമ്പോ ഈ പേര് കേൾക്കുമ്പോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ആവറേജ് ചെയ്യാണ് അല്ലേ? ആവറേജ് എടുത്തിട്ട് ചെയ്യുന്നതാണെന്നുള്ള ഒരു കാര്യം മനസ്സിലായി. സിമ്പിൾ ആവറേജ് മെത്തേഡ് ഇവിടെ ചെയ്യുന്ന എത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ പല യൂണിറ്റ്സും നമ്മൾ പറഞ്ഞല്ലോ, ഒരു സ്റ്റോറിലെ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ എല്ലാം ഒരുമിച്ച് ഒരേ അറ്റ് എ ടൈം ബൾക്കായിട്ട് എല്ലാം കൂടെ വാങ്ങിച്ച് അങ്ങനെ ആയിരിക്കില്ല അല്ലെ. പല സമയങ്ങളിലായിട്ട് പല ലോട്ട്സ് ആയിട്ടായിരിക്കും പർച്ചേസ് ചെയ്ത്. അപ്പൊ പല പ്രൈസിലായിരിക്കും അവർ വാങ്ങിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ പ്രൈസിന്റെ ഒക്കെ ഒരു ആവറേജ് എടുത്തിട്ട് ആ ഒരു ആവറേജ് ഇഷ്യൂ പ്രൈസ് ആയിട്ട് എടുക്കുന്നതാണ് സിമ്പിൾ ആവറേജ് മെത്തേഡ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇവിടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 400 യൂണിറ്റ്സ് 6 രൂപയ്ക്ക് ഒരു തവണ വാങ്ങിച്ചു. പിന്നെ 300 യൂണിറ്റ്സ് 7 രൂപയ്ക്ക് ഒരു തവണ വാങ്ങിച്ചു. യൂണിറ്റ് അറ്റ് പെർ യൂണിറ്റ് അല്ലെങ്കിൽ അറ്റ് ദ റേറ്റ് ഓഫ് 7 വെച്ചിട്ട് വാങ്ങിച്ചു. ഇനി 500 യൂണിറ്റ്സ് ഒരു യൂണിറ്റിന് 8 രൂപ നിരക്കിൽ വാങ്ങിച്ചു. അപ്പൊ കണ്ടോ, ഒരു ലോട്ട് 400 എണ്ണത്തിന്റെ ഒരു ലോട്ടിന് 6 രൂപ, ഒരു യൂണിറ്റിന് 6 രൂപ, അതായത് 2400 രൂപയുടെ അടുത്ത് വാങ്ങിച്ചിട്ടുണ്ട്. മറ്റേതാണെങ്കിൽ നമുക്ക് ഏകദേശം വന്നത് എത്രയാണ്? 2100 രൂപയുടെ അടുത്ത അല്ലെ. അപ്പൊ ഇതിങ്ങനെ പല ലോട്ട്സ് ആയിട്ട് മേടിച്ചു, പല പ്രൈസിനാണ്. അപ്പൊ യൂണിറ്റ് പ്രൈസ് തന്നെ ഒരു തവണ 6 ഒരു തവണ 7 ഒരു തവണ 8 അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത പ്രൈസാ. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഇഷ്യൂ നടത്തുമ്പോ, മെറ്റീരിയല് നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോ ഇവിടെ നമ്മൾ ഏത് പ്രൈസ് എടുക്കണം എന്ന ഒരു കൺഫ്യൂഷൻസിന് ഇവിടെ നമ്മൾ അതിനൊരു ഇതെന്ന് പറയും. നമ്മൾ ഈ പ്രൈസിന്റെ എന്തെടുക്കും? ആവറേജ് എടുക്കും. മനസ്സിലാവുന്നുണ്ടോ? പ്രൈസിന്റെ ആവറേജ് എടുക്കും. പ്രൈസിന്റെ ആവറേജ് എന്ന് പറയുമ്പോൾ 6 + 7 + 8 3 ലോട്ട്സ് ഉണ്ട് അല്ലെ. അപ്പൊ 6 + 7 + 8 ഡിവൈഡ് ബൈ 3 എത്രയാണ്? 7. അപ്പൊ ഇഷ്യൂ പ്രൈസ് ഇവിടെ എത്രയാണ്? 7. അപ്പൊ ഏത് തവണ എത്ര പ്രാവശ്യം മെറ്റീരിയൽ ഇഷ്യൂ ചെയ്താലും നമ്മൾ എടുക്കുന്ന ഇഷ്യൂ പ്രൈസ് ഏതായിരിക്കും? 7 ആയിരിക്കും. ഇതാണ് സിമ്പിൾ ആവറേജ് മെത്തേഡ്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആയോ? അപ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താ? സിമ്പിൾ ടു ഓപ്പറേറ്റ് ആണ്, നല്ല റിസൾട്ട് ആണ്. പ്രൈസ് ഒരു സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു പൊസിഷൻ. ഇവിടെ തന്നെ കണ്ടാ അറിയാം, വലിയൊരു വേരിയേഷൻസ് വലിയ ലെവലിൽ വന്നിട്ടില്ല. 6 എന്നുള്ളത് 7 ആയി, 7 എന്നുള്ളത് 8 ആയി എന്നല്ലാതെ. അപ്പൊ ഒരു ഏകദേശം സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു പ്രൈസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ആവറേജ് എടുത്ത് ചെയ്യാം. ആവറേജ് എടുത്തിട്ടുള്ള മെത്തേഡ് നല്ലതാണ്. അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൈസിലുള്ള ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഒരുപാട് നമ്മൾ എന്ത് ചെയ്യാം? അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ആവറേജ് ചെയ്തു പോകും. അതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ കോസ്റ്റ് ആൻഡ് മാർക്കറ്റ് പ്രൈസ്. അപ്പോ ഇതിന്റെ കോസ്റ്റും മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള ഒരു എന്താ പറയുന്നത്, ഫിഫോ മെത്തേഡിലും ലിഫോ മെത്തേഡിലും ഒക്കെ ഉള്ള ഒരു ലിമിറ്റേഷൻസ് ഇതിൽ നമുക്ക് ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഏകദേശം നമുക്ക് ആവറേജ് ഒരു എല്ലാ തവണയും ഒരേ രീതിയിലുള്ള ഒരു പ്രൈസിങ് ഇഷ്യൂ പ്രൈസ് തന്നെ എടുക്കുന്നത് കുറച്ചുകൂടെ എന്താണ്, നല്ല റിസൾട്ട് തരുമെന്നാണ് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ സിമ്പിൾ ആവറേജ് മെത്തേഡ് ക്ലിയർ ആയോ? നെക്സ്റ്റ് മെത്തേഡ് ആണ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്,
വെയിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്തോ സംതിങ് എന്താണ് അതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് ഈ പ്രൈസിന്റെ കൂടെ എന്തോ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യും. എന്താ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? നമ്മള് യൂണിറ്റ്സും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് വെയിറ്റേജ് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യും. ജസ്റ്റ് നമ്മൾ പ്രൈസിന്റെ ഇപ്പോ ഇതൊരു എക്സാമ്പിൾ ആണ്. ഇവിടെ 300 യൂണിറ്റ്സ് പെർ യൂണിറ്റിന് 11 വെച്ചിട്ട്, 400 യൂണിറ്റ്സ് പെർ യൂണിറ്റിന് 10 വെച്ചിട്ട്, 300 യൂണിറ്റ്സ് 12 വെച്ച് പർച്ചേസ് ചെയ്തു. പക്ഷെ ഇങ്ങനെ പർച്ചേസ് ചെയ്ത് നമ്മൾ സിമ്പിൾ ആവറേജിലാണ് ഇത് ജസ്റ്റ് കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും. പക്ഷെ ഇവിടെ നമ്മൾ യൂണിറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്? കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നത്. അപ്പൊ യൂണിറ്റ്സിന് ഒരു ഇമ്പോർട്ടൻസ്, ആ വോളിയത്തിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൈസ് എന്ത് ചെയ്യുക? യൂണിറ്റ്സും പ്രൈസും കൂടെ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ വെയിറ്റഡ് ആവറേജ് മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ കണ്ടോ, 300 × 11 പ്ലസ് 400 × 10. ആ കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ തവണയും നമുക്ക് ടോട്ടൽ കോസ്റ്റ് എന്താവുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ക്വാണ്ടിറ്റി കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ അല്ലെ. 300 യൂണിറ്റ്സ് 300 × 12 ഡിവൈഡഡ് ബൈ ആവറേജ് കാണാൻ എന്ത് യൂണിറ്റ്സ്, ടോട്ടൽ യൂണിറ്റ്സ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 10.90. ഇതാണ് എന്ത്? ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് ആണെന്നാണ് പറയുന്നത്. കാരണം ഇവിടെ ക്വാണ്ടിറ്റി, പ്രൈസ് മാത്രമല്ല എടുക്കുന്നത്, ക്വാണ്ടിറ്റി കൂടി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു എന്താണ്, പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉള്ള സമയത്ത് കൂടുതലും നമുക്ക് പ്രൈസിൽ വേരിയേഷൻസ്, വലിയ രീതിയിലുള്ള പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ഉള്ള സമയത്ത് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡ് ആണെന്നാണ് പറയുന്നത്. നമ്മൾ ക്വാണ്ടിറ്റി വെയിറ്റേജ് കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒരു എന്താ പറയുന്ന പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ഒരു ഇഫക്റ്റ് നമുക്ക് ഈവൻ ഔട്ട് ചെയ്യാനായിട്ട്, അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഓരോ തവണയും നമ്മൾ ഒരു ലോട്ട് ഇപ്പൊ ഇത്രയും ഇത് കണ്ടു, ഇഷ്യൂ പ്രൈസ് കണ്ടു. അപ്പൊ നെക്സ്റ്റ് തവണ നമ്മൾ വീണ്ടും അടുത്ത പ്രാവശ്യം നമ്മൾ വീണ്ടും ഒരു 500 യൂണിറ്റ്സ് മേടിച്ചു എന്നിരിക്കുക. അപ്പൊ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? ന്യൂ ഇഷ്യൂ പ്രൈസ് എന്ത് ചെയ്യണം? പുതിയ ലോട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ കാണണം. അതുവരേക്കും നമുക്ക് ഇത് തന്നെ എന്ത് ചെയ്യാം? ഇഷ്യൂ പ്രൈസ് ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ ഇൻവെന്ററി അല്ലെങ്കിൽ സ്റ്റോക്ക്, ഈ മെത്തേഡ് അനുസരിച്ച് ഒരു റേറ്റ് തന്നെയാണ്. അത് സിമ്പിൾ ആവറേജ് മെത്തേഡിലും അങ്ങനെ തന്നെയാണ്, ഇതിൽ വെയിറ്റഡ് ആവറേജ് മെത്തേഡിലും 1 റേറ്റ് തന്നെയാണ്. അപ്പൊ ക്ലിയർ ആവുന്നുണ്ട്? അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ പ്രൈസിങ്ങിൽ വരുന്നത്, ഇഷ്യൂ പ്രൈസിങ്ങിൽ വരുന്നത്. അതിൽ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഫിഫോ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ലിഫോ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അതുപോലെ സിമ്പിൾ ആവറേജ് മെത്തേഡ്, അതുപോലെ വെയിറ്റഡ് ആവറേജ് മെത്തേഡ്. നെക്സ്റ്റ് പാക്കിംഗ് മെറ്റീരിയൽസ്. പാക്കിംഗ് മെറ്റീരിയൽസിൽ നമുക്ക് പറയാനുള്ളത്, മെറ്റീരിയലിന്റെ കേസ് പഠിക്കുമ്പോൾ, നമ്മൾ മെറ്റീരിയൽ അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ പാക്കിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പൊ പ്രൈമറി പാക്കിംഗ്, സെക്കൻഡറി പാക്കിംഗ് നമ്മൾ എന്താണെന്ന് അറിയണം. പ്രൈമറി പാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രൈമറി പാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് അത് അതിൻ്റെതായ രീതിയിൽ പാക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ടൂത്ത് പേസ്റ്റിൽ ആ പേസ്റ്റ് ട്യൂബിൽ ഇട്ടാലാണല്ലോ, ട്യൂബിലിടാതെ നമുക്ക് എന്തായാലും അത് പ്രൊഡക്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഇപ്പൊ വെളിച്ചെണ്ണ അതുപോലുള്ള സാധനങ്ങൾ, അതിന് ആ പാക്കറ്റ് എസെൻഷ്യൽ ആണ്. അതിനെ അതിന്റെ അതില്ലാതെ അത് തന്നെ ഒരു എന്താ പറയുന്നത്, കവർ പോലെയാണ് അല്ലെ. ഇപ്പൊ ഒരു ക്രീം ആണെങ്കിൽ ക്രീം ഒന്നെങ്കിൽ ട്യൂബിലോ അല്ലെങ്കിൽ ബോട്ടിലോ ഒക്കെയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഓയിൽസ്, ലോഷൻസ്, ഇതെല്ലാം എന്താണ്, അത് ഇല്ലാന്നുണ്ടെങ്കിൽ, ആ ഒരു കവറിങ് ഇല്ല എന്നുണ്ടെങ്കിൽ, ആ ഒരു പാക്കിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റില്ല? സോൾഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അത്രയും പ്രൈമറി ആയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള പ്രോഡക്റ്റിന്റെ സെയിലിന് എസെൻഷ്യൽ ആയിട്ടുള്ള പാക്കേജിംഗ് ആണ് ഈ പ്രൈമറി പാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ പ്രൈമറി പാക്കിംഗ് പ്രൈം കോസ്റ്റിന്റെ ഭാഗമാണ്, അതുകൂടെ മനസ്സിലാക്കുക. പ്രൈമറി പാക്കിംഗ് എന്ന് പറയുന്നത്, പ്രൈമറി പാക്കിംഗ് മെറ്റീരിയൽസ് കോസ്റ്റ്, അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രൈം കോസ്റ്റിന്റെ കൂടെ ആഡ് ചെയ്യും, അല്ലെങ്കിൽ പ്രൈം കോസ്റ്റിൽ അതുകൂടി ഇൻക്ലൂഡ് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ?
അപ്പോൾ പ്രൈമറി പാക്കിംഗ്. ഇനി നെക്സ്റ്റ് ഉണ്ട് സെക്കൻഡറി പാക്കിംഗ്. സെക്കൻഡറി പാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ടൂത്ത് പേസ്റ്റുകൾ നമ്മൾ പാക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ഒരു ടൂത്ത് പേസ്റ്റ് മേടിക്കാന്ന് വിചാരിക്കുക. നമ്മൾ കോൾഗേറ്റോ KP നമ്പൂതിരീസിന്റെ ഒക്കെ ടൂത്ത് പേസ്റ്റ് മേടിച്ചു. അപ്പൊ ആ പേസ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത് പ്രൈമറി പാക്കിംഗ് ആണെങ്കിൽ അതിന്റെ ഔട്ടർ കവർ എന്ന് പറയുന്നത് ആ ട്യൂബ് ഇട്ടിട്ട് നമുക്കൊരു കവറിൽ ഉണ്ടാവുമല്ലോ, ഒരു കാർട്ടേജ് ഉണ്ടാവും, ചെറിയൊരു കാർഡ്ബോർഡ് ബോക്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ബോക്സ് എന്ന് പറയുന്നത് സെക്കൻഡറി പാക്കിംഗ് ആണ്. അവിടെയാണ് നമുക്ക് ആ ബോക്സിലാണ് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, അത് ഏത് ടൈപ്പ് പേസ്റ്റ് ആണ്, അതിന്റെ വില എന്താണ്, അതിന്റെ മാനുഫാക്ചറിങ് ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ആ ഗുഡ്സിന്റെ ഈസി ഡിസ്ട്രിബ്യൂഷനും ഒരു പബ്ലിസിറ്റി വാല്യൂവിനൊക്കെ വേണ്ടി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെക്കൻഡറി പാക്കിങ്ങും കൂടെ കൊടുക്കും. അപ്പോൾ സെക്കൻഡറി പാക്കിംഗ് എന്ന് പറയുന്നത് എപ്പോഴും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സിന്റെ ഭാഗമാണ്. സെക്കൻഡറി പാക്കിങ്ങിന് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് കോസ്റ്റിന്റെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിൽ വരുന്നതാണ്. അപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഇത് ക്ലിയർ ആയോ? അപ്പൊ ഈ ചാപ്റ്ററിൽ അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകണം. അതിന് മുന്നേ നാളെ നമുക്ക് ഇതിന്റെ ജസ്റ്റ് ഒരു റിവിഷൻ, ഓടിച്ചിട്ടൊരു റിവിഷൻ നമുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂൾ നോക്കാം കേട്ടോ. ഒരു ഐഡിയ എപ്പോഴും വേണം, ഒരു ടച്ച് വേണം, ടോപ്പിക്കുമായിട്ടുള്ള എപ്പോഴും ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവണം. അതൊരിക്കലും എക്സാം വരെയും എന്ത് ചെയ്യരുത്, നഷ്ടപ്പെട്ടു പോകരുത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.